ബസ്സുകളുടെ മത്സര ഓട്ടവും അമിതവേഗവും നിയന്ത്രിക്കാൻ ഒരു നടപടിയുമില്ല. അപകടമുണ്ടാകുമ്പോൾ മാത്രം ഉണരുന്ന മോട്ടോർ വാഹന വകുപ്പും പോലീസും പിന്നീട് നിസ്സംഗത പുലർത്തുകയാണ്. കഴിഞ്ഞ ജൂലൈ 4-ന് കോഴിക്കോട് എലത്തൂരിൽ ബസ് മറിഞ്ഞ് 54 പേർക്ക് പരിക്കു പറ്റിയതിന് പിന്നാലെ സ്പീഡ് ബ്രേക്ക് സ്ഥാപിക്കുമെന്ന ആർടിഒയുടെ ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. എലത്തൂരിൽ നിന്നും AK അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഇപ്പോൾ കോഴിക്കോടും വളരെ വേഗത്തിൽ ബസ്സുകൾ മത്സരയോട്ടമുള്ള ഒരു സ്ഥലം തന്നെയാണ്. എലത്തൂരിലും സമാനമായ കാഴ്ചകളുണ്ട്. അവിടെ ഒരു അപകടത്തിന് ശേഷമാണല്ലോ മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു ഉറപ്പ് വന്നത്. എന്താണ് ആ ഉറപ്പിനെ കുറിച്ച്, ഇപ്പോൾ സ്പീഡ് ബ്രേക്ക് സ്ഥാപിക്കുന്നുവെന്ന ഉറപ്പിനെ കുറിച്ച് ആർടിഒ ഇപ്പോൾ പറയുന്നത്? സ്മൃതി, തീർച്ചയായിട്ടും ജീവൻ വേണമെങ്കിൽ മാറിക്കോ എന്നുള്ള നിലപാട് തന്നെയാണ് സ്വകാര്യ ബസ്സിലെ ജീവനക്കാരുടെ നിലപാട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള റൂട്ട് എന്ന് പറയുന്നത് കോഴിക്കോട് കണ്ണൂർ, അതോടൊപ്പം തന്നെ കോഴിക്കോട് കുറ്റ്യാടി, അതോടൊപ്പം തന്നെ കോഴിക്കോട് ബാലുശ്ശേരി. ഈ 3 റൂട്ടുകളിലാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങളുടെ അമിത വേഗത, അതോടൊപ്പം സമയം ഒന്നും പാലിക്കാതെയുള്ള ഓട്ടം, ഇതൊക്കെ ഉണ്ടാവുന്നത്. ഇതിൽ നമുക്കറിയാം, കഴിഞ്ഞ ജൂലൈ 5-ാം തീയതിയാണ് തലശ്ശേരിയിൽ നിന്ന് വരികയായിരുന്ന ബസ് ഇവിടെ ഏതാണ്ട് എലത്തൂരിൽ ഈ സ്ഥലത്ത് മറിഞ്ഞ് 54 പേർക്ക് പരിക്കേറ്റത്. അതായത് ഒരു ടിപ്പർ ലോറിയെ മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അന്ന് ആർടിഒയും അതോടൊപ്പം തന്നെ പോലീസ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുകയും അതോടൊപ്പം തന്നെ ഇവിടെ ഇത്തരത്തിൽ വേഗത കൂടാനുള്ള കാരണങ്ങൾ പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചത്. കാരണം അവിടെ കാണുന്നത് ഒരു പാലമാണ്. ആ പാലത്തിൽ നിന്ന് വളരെ വേഗത്തിലൂടെ കടന്നു വരുന്ന ബസ് ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ അമിത വേഗത്തിലേക്ക് എത്തുന്നു. ഈ വളവും അതോടൊപ്പം തന്നെ റോഡിന് നല്ല രീതിയിലുള്ള ടാറിങ് അടക്കമുള്ളത് കൊണ്ട് തന്നെ അമിത വേഗതയിൽ തന്നെയാണ് വാഹനം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്പീഡ് ഗവർണർ സ്ഥാപിക്കുമെന്നായിരുന്നു അന്ന് ആർടിഒ നൽകിയിരുന്ന ഉറപ്പ്. പക്ഷേ അതൊന്നും പാലിക്കപ്പെട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് അപകടമുണ്ടായ ബസ് പരിശോധിച്ച ഘട്ടത്തിൽ അതിൽ സ്പീഡ് ഗവർണറോ അല്ലെങ്കിൽ അതിൽ GPS സംവിധാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും ബോധ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം വളരെ വ്യാപകമായി തന്നെ പരിശോധന നടത്തി. കോഴിക്കോട് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തിയ അപ്പോൾ നിരവധി ബസ്സുകൾ സമാനമായ സാഹചര്യമാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തു. അതിന് പിന്നാലെ തന്നെ കടുത്ത നടപടിയിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ ഒരാഴ്ച പിന്നിടുമ്പോൾ പോലീസോ അല്ലെങ്കിൽ വാഹന ഗതാഗത വകുപ്പോ ഒന്നും അക്കാര്യത്തിൽ വേണ്ട ശുഷ്കാന്തി പുലർത്താതെ ആദ്യം ഏതൊരവസ്ഥയിലായിരുന്നു ഓടിയത് അതിന് സമാനമായ നിലയിൽ തന്നെയാണ് ഇപ്പോൾ പോവുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ബസ് ജീവനക്കാരിൽ അമിതമായ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നു എന്ന് പോലീസിന്റെ ചില കണ്ടെത്തലുകളുണ്ട്. അതായത് ഈ ലഹരി സംഘങ്ങൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നത് ബസ് ജീവനക്കാരെയാണ് എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട്. ഏതായാലും നമുക്ക് ഈ അപകടമുണ്ടായ സ്ഥലത്തിനടുത്ത് ഒരു കടയുണ്ട്. അന്ന് അപകടം ഉണ്ടാകുന്ന സമയത്ത് ഇവർക്കൊക്കെ കേട്ടതുമാണ്. ചേട്ടാ, അന്ന് ഇവിടെ അപകടം ഉണ്ടായതിനു ശേഷം ആർടിഒ അടക്കം ഉറപ്പ് നൽകിയിരുന്നു ഇവിടെ ഗതാഗതം, അതായത് വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതൊക്കെ. എന്തെങ്കിലും സംവിധാനം ഉണ്ടായോ? ഇതുവരെ ഒരു സംവിധാനം ഉണ്ടായില്ല. ഇപ്പം നിലവിലെ അവസ്ഥ എന്താണ്? ഇപ്പോൾ പോയ മഴയിൽ തന്നെ ബസ്സുകൾ ഓവർ സ്പീഡ് തന്നെ പോകുന്നത്. മരണപ്പാച്ചിൽ തന്നെയാണ്. മരണപ്പാച്ചിൽ തന്നെ പോകുന്നത്. വേണമെങ്കിൽ മാറിക്കൂ എന്ന നിലപാട് തന്നെയാണ് ബസ്സിന്. അങ്ങനെ പറയാൻ കഴിയില്ല. അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം യാതൊരു സുരക്ഷയും ഉറപ്പുവരുത്താതെ തന്നെയാണ് ബസ്സുകൾ ഓടുന്നത്. പോയ മാതിരി തന്നെയാണ് ഇപ്പോഴും ബസ്സുകൾ ഓടുന്നത്. ഇപ്പോൾ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ കച്ചവടം നടത്തുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പേടിയാവുന്നുണ്ടോ? പേടിയുണ്ട്. ബസ്സുകൾ പോകുമ്പോൾ അമിത വേഗം കാണുമ്പോൾ പേടിയുണ്ടാണ്. ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ റോഡിൽ നടത്തിയിരുന്നു? ഇല്ല, ആ സമയത്ത് പിന്നെ പോലീസുകാർ കുറച്ച് സമയമൊക്കെ അവിടെ വന്ന് നിൽക്കും. പിന്നെ ഒരു നോ പാർക്കിങ്ങിൻ്റെ ബോർഡ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പമ്പിലേക്ക് വണ്ടി പോകുമ്പോൾ കാണുന്നില്ല. അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവണ്ട എന്നുള്ളതിൽ. അതിലപ്പുറം ഒന്നുമില്ല. അതിലപ്പുറം ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഒന്നും സ്മൃതി, ഇത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ബസ് ജീവനക്കാരുടെ ഭാഗത്ത് പറയുന്നത് അവരുടെ സമയപ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. കാരണം നമുക്കറിയാം, ഈ ഒരു 25 കിലോമീറ്റർ ബസ് ഓടണമെങ്കിൽ ഏതാണ്ട് 1 മണിക്കൂറാണ് ഇപ്പോൾ ആർടിഒ സമയം അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇത് അശാസ്ത്രീയമാണ് എന്ന് ബസ് ജീവനക്കാർ പറയുമ്പോൾ പോലും അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം ആദ്യത്തെ 3-4 കിലോമീറ്റർ ഓടിയെത്താൻ ബസ്സുകൾ എടുക്കുന്ന സമയം ഏതാണ്ട് 15-20 മിനിറ്റ് അത്രയും സമയം എടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നെ വരുന്ന 22-23 കിലോമീറ്റർ ഓടുന്നതിന് വേണ്ടി ഒരു 40-45 മിനിറ്റ് മാത്രമേ ഇവർക്കുണ്ടാവൂ. ആ ഒരു സാഹചര്യത്തിൽ ഇവർ അമിത വേഗത എടുക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ള വാഹനങ്ങളെ മറികടക്കാനുള്ള ശ്രമമൊക്കെ നടത്തുകയും ഇത് വലിയ തരത്തിൽ അപകടങ്ങളിലേക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഇപ്പോഴുണ്ടായിരുന്ന അശാസ്ത്രീയമായ സമയം അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ ഓരോ പോസ്റ്റുകളിലും ബസ് കടന്നു പോകേണ്ടുന്ന ഒരു സമയം അത് ക്രമീകരിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. അതായത് GPS സംവിധാനം നടപ്പിലാക്കിയാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശരി. അഭിലാഷ്, 54 പേർക്ക് അപകടം പറ്റിയ ബസ് മറിഞ്ഞ് 54 പേർക്ക് അപകടം പറ്റിയ എലത്തൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ AK അഭിലാഷ് നൽകിയത്.